ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരിപ്പൊടിയേക്കാളും അധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ടാണ് ഇതിനെ നമ്മൾ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള മാവല്ല കേട്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടുന്നത്. ഇതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ കനത്തിലാണ് പരത്തിയെടുക്കുന്നത്, റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോന്നായിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ നോൺ വെജ് കറിയൊക്കെ കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്